നമസ്കാരം. കഴിഞ്ഞ ദിവസം ലോകമെമ്പാടും പുതുവത്സരത്തെ വരവേറ്റുകൊണ്ട് നിരവധി ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചപ്പോൾ ജർമ്മനിയിലെ പുതുവത്സര ആഘോഷങ്ങൾ പലതും ദുരന്തമായി മാറി. ഇവിടെ പല സ്ഥലങ്ങളിലും വ്യാപകമായി വെടിക്കെട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പുതുവത്സരം നേരത്തെ മുതൽ തന്നെ ആഘോഷിക്കുന്നത്. എന്നാൽ ഇക്കുറിയാകട്ടെ അവയുടെ ഉപയോഗം വളരെ കൂടുതലായിരുന്നു. പലരും ഇത് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഈ പടക്കങ്ങൾ പൊട്ടിത്തെറിച്ചും അതുപോലെ മറ്റുള്ളവർക്ക് നേരെ എടുത്തെറിയുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏതാണ്ട് 400ഓളം പേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് പോലീസിൻ്റെ. വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ബെർലിനിലും ഇതുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയത്. മറ്റ് മേഖലകളിൽ നിന്നുള്ള സുരക്ഷാ സൈനികരെയും വൻതോതിൽ ബെർലിനിൽ നിയോഗിച്ചിരുന്നത് കാരണമാണ് വലിയ തോതിലുള്ള ദുരന്തങ്ങൾ ഒഴിവായത് എന്നാണ് ഇപ്പോൾ ജർമ്മൻ ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നത്. പല സ്ഥലങ്ങളിലും ആഘോഷക്കാരെ നേരിടാനെത്തിയ പോലീസിനും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ അക്രമികൾ പടക്കങ്ങൾ വലിച്ചെറിഞ്ഞത് കൂടുതൽ ദുരന്തങ്ങളുണ്ടാക്കിയിരുന്നു. 24 വയസ്സുള്ള ഒരു യുവാവ് ഇതിനിടയിൽ പടക്കം സ്വന്തമായി നിർമ്മിച്ച് പരീക്ഷിക്കുന്നതിനിടയിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. സ്വന്തം വീട്ടിൽ വെച്ച് തന്നെയാണ് ഇയാൾ പടക്കം നിർമ്മിച്ച് അത് പ്രയോഗിക്കാൻ ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ ജർമ്മൻ പോലീസ് അറിയിക്കുന്നത്. ബെർലിനിൽ 30 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഒരു അഗ്നിശമന സേനയിലെ അംഗത്തിനും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. സ്ഫോടനങ്ങളെ തുടർന്ന് പല കെട്ടിടങ്ങളിലെയും ജനാല ചില്ലുകൾ പൊട്ടിത്തകർന്നിരുന്നു. ജർമ്മനിയിലെ ലേപ്സിംഗ് എന്ന പട്ടണത്തിൽ മാത്രം 50ഓളം വരുന്ന ജനക്കൂട്ടം പോലീസിന് നേർക്ക് വൻതോതിലുള്ള ആക്രമണമാണ് നടത്തിയത്. പടിഞ്ഞാറൻ ജർമ്മനിയിലെ ന്യൂവീഡ് എന്ന ചെറുപട്ടണത്തിൽ പുലർച്ചെയോടെ അക്രമികൾ ഒരു വെയർഹൗസിന് നേരെ പടക്കങ്ങൾ പ്രയോഗിച്ചതിനെ തുടർന്ന് വലിയൊരു തീപിടുത്തമാണ് അവിടെ ഉണ്ടായത്. മണിക്കൂറുകൾ ചെലവിട്ടിട്ടാണ് അഗ്നിശമന സേനയ്ക്ക് ഇവിടെ തീയണയ്ക്കാൻ കഴിഞ്ഞത്. സമീപവാസികളെ എല്ലാവരെയും ഒഴിവാക്കിയതിന് ശേഷമാണ് അഗ്നിശമന സേനയ്ക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ തന്നെ കഴിഞ്ഞത്. സമീപത്തുള്ള പല കെട്ടിടങ്ങൾക്കും ഈ തീപിടുത്തത്തെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ വൻതോതിൽ തടികൾ സൂക്ഷിച്ചിരുന്ന ഒരു ഡിപ്പോ ഉണ്ടായിരുന്നു. മുഴുവൻ തടികളും കത്തിനശിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ജർമ്മൻ പോലീസ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. സംഭവങ്ങളെ അപലപിച്ചുകൊണ്ട് ജർമ്മൻ സർക്കാർ തന്നെ രംഗത്തെത്തി. അക്രമ സംഭവങ്ങൾ ഏർപ്പെട്ടിരുന്ന വ്യക്തികളുടെ പേരിൽ ഉറപ്പായും പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ജർമ്മൻ സർക്കാരും വ്യക്തമാക്കുന്നത്. നേരത്തെ ജർമ്മനിൽ ഇത്തരത്തിലുള്ള പുതുവത്സരാഘോഷ പരിപാടികൾ അതിലടക്കുന്ന രീതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ധാരാളം പോലീസുകാരെ ഇപ്പോൾ അവിടെ വിനിയോഗിച്ചിരുന്നത്. എന്നിട്ട് പോലീസിന് നേർക്കായിരുന്നു ഇക്കുറി ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഇതിലെ വളരെ വിചിത്രമായ ഒരു കാര്യം. അതേസമയം ലോകത്തെ മറ്റ് പല രാജ്യങ്ങളിലും സമാധാനപരമായി തന്നെയാണ് പുതുവത്സരം ആഘോഷിച്ചത്. സിഡ്നി പോർട്ടിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് 9 ടണ്ണോളം വരുന്ന വെടിക്കെട്ട് കാണാൻ വേണ്ടി എത്തിയിരുന്നത്. അതുപോലെ ഒരുപക്ഷെ പുതുവത്സരാഘോഷങ്ങളുടെ ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രമെന്ന് തന്നെ പൊതുവെ വിളിക്കപ്പെടാറുള്ള ലണ്ടനിലും ആഘോഷം പൊതുവെ വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് നടന്നത്. തെക്കൻ കൊറിയയാകട്ടെ കഴിഞ്ഞ ആഴ്ചയുണ്ടായ വിമാന ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല എല്ലാവരും ആ രാത്രി 12 മണിയായപ്പോൾ 1 മിനിറ്റ് മൗനം ആചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലെ ടൈംസ് സ്ക്വയറിൽ നടന്ന പുതുവത്സരാഘോഷ പരിപാടികളും വൻ ജനപങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത്. നിരവധി പേർ ഇവിടെ പുതുവത്സരം ആഘോഷിക്കാൻ എത്തുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷമാണ് അമേരിക്കയിലെ വിവിധ മേഖലകളിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. എങ്കിലും പുതുവത്സരാഘോഷ പരിപാടികളിൽ ലോകത്തെ ഏറ്റവും വലിയ നഷ്ടമുണ്ടായ രാജ്യം ജർമ്മനിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ അടുത്ത തവണ പുതുവത്സരം ആഘോഷിക്കുമ്പോൾ ഇത് കണക്കാക്കി വൻതോതിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ അല്ലെങ്കിൽ നേരത്തെ തന്നെ എന്തെങ്കിലും താക്കീതുകളും സർക്കാർ നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല.